പ്രോബ്ലം ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 195. Find the volume of a square pyramid of base edge 10 cm and height 8 cm. പാദവക്കുകൾ 10 സെന്റിമീറ്ററും ഉയരം 8 സെന്റിമീറ്ററുമായ സമചതുര സ്തൂപികയുടെ വ്യാപ്തം കാണുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയമാണ്. സോ ആദ്യം നമ്മൾ അതിന്റെ ഫോർമുല എഴുതി വെക്കാം. വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് is equal to 1/3 into എപ്പോഴും എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നത് നല്ലതാണ്. 1/3 into base area into height, that's equal to 1/3 a square h. ഈ രണ്ട് ഫോർമുല എഴുതുന്നത് കൂടുതൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് തന്നത് എന്തൊക്കെയാണ്? given ബേസ് എഡ്ജ് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ. ബേസ് എഡ്ജ് അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ ആണ്. എ ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. പിന്നീട് തന്നിരിക്കുന്ന ഹൈറ്റ് ആണ്. ഹൈറ്റ് എച്ച് ഇസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അപ്പൊ ഫോർമുല നോക്കാം. എയും അറിയാം, എച്ചും അറിയാം. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore വോളിയം is equal to 1/3 into a square. a 10 ആണ്. സോ 10 സ്ക്വയർ into h. h 8 ആണ്. ഓക്കെ. സോ 1/3 into 10 സ്ക്വയർ 100 ആണ്. into 8. അപ്പോൾ 100 into 8 എത്രയാണ്? 800. 800/3. ഇതിനെ ഡെസിമൽ രൂപത്തിലേക്ക് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി യൂണിറ്റ് എന്താ എഴുതാം? ഇത് വോളിയം ആണ്. സോ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂബിക് യൂണിറ്റ് ആണ്. സോ സെന്റിമീറ്ററിലാണ് മറ്റളവുകളൊക്കെ തന്നിരിക്കുന്നത്. സോ നമുക്ക് ക്യൂബിക് സെന്റിമീറ്റർ എന്നെഴുതാം, അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതിയാലും മതി. മലയാളത്തിലാണെങ്കിൽ നമ്മൾ ഘന സെന്റിമീറ്റർ എന്ന് പറയും. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 1 പേജ് നമ്പർ 195. What is the volume of a square pyramid of base edge 10 cm and slant height 15 cm? പാദവക്ക് 10 സെന്റിമീറ്ററും ചെരിവുയരം 15 സെന്റിമീറ്ററുമായ സമചതുര സ്തൂപികയുടെ വ്യാപ്തം എത്രയാണ്? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് ആണ്, സമചതുര സ്തൂപികയുടെ വ്യാപ്തം. സോ ആദ്യം ആ ഫോർമുല എഴുതി വെക്കാം. ഫോർമുലയ്ക്ക് 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോർമുല എഴുതാം. 1/3 into ബേസ് ഏരിയ പാദ പരപ്പളവ് into ഉയരം ഹൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 a സ്ക്വയർ h. ഓക്കെ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഏതൊക്കെ മെഷേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വായിക്കാൻ. നമുക്ക് ബേസ് എഡ്ജ് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പാദവക്ക് 10 സെന്റിമീറ്റർ. അപ്പൊ അത് എഴുതി വെക്കാം. ബേസ് എഡ്ജ് പാദവക്ക്, അതിന് നമ്മൾ എ എന്ന ലെറ്റർ കൊണ്ടാണ് എഴുതുക. സോ എ ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ഇനി തന്നിരിക്കുന്നത് സ്ലാന്റ് ഹൈറ്റ് ആണ്. സ്ലാന്റ് ഹൈറ്റ്, സ്ലാന്റ് ഹൈറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എൽ ആണ്. സോ എൽ ഇസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. ഓക്കെ. ഇനി ഫോർമുലയിലേക്ക് നോക്കൂ. എ വേണം, എച്ച് വേണം. എ തന്നിട്ടുണ്ട്, പക്ഷെ എച്ച് തന്നിട്ടില്ല. എയും എല്ലും ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എച്ച് ഉള്ള റിലേഷൻ ഏതാണ്? ഏതാണ് റിലേഷൻ എന്ന് ഓർത്ത് വെക്കാൻ പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ രണ്ടെണ്ണം എഴുതുക. ഇ എൽ എയും എഴുതുക, എൽ എച്ച് എയും എഴുതുക. സോ എയും എല്ലും തന്നിട്ട് എച്ച് കാണണമെങ്കിൽ ഏത് റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം? എൽ എച്ച് എ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ. എൽ നമുക്ക് തന്നിട്ടുണ്ട് 15 ആണെന്ന്. സോ 15 സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2. എ 10 ആണ്. സോ 10/2 5 സ്ക്വയർ. ഓക്കെ. ഇനി 15 സ്ക്വയർ 225 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ 25 ആണ്. സോ വാട്ട് ഇസ് എച്ച് സ്ക്വയർ? അങ്ങനെയാണെങ്കിൽ 25നെ ഈ 225ന്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി. സോ 225 മൈനസ് 25. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 225 25 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 200 എന്ന് കിട്ടും. സോ അത് എച്ച് സ്ക്വയർ ആണെങ്കിൽ ആണ്. സോ എച്ച് എന്താണ്? റൂട്ട് ഓഫ് 200. പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല 200. അപ്പൊ അതിനെ നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ
2 into 100 എന്ന് എഴുതാൻ പറ്റും. 100ന്റെ റൂട്ട് എത്രയാ? 10. 2ന്റെ റൂട്ട് √2. സോ നമുക്ക് h കിട്ടി. h is equal to 10 √2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയും എച്ചും അറിയാം. സോ വോളിയം കണ്ടുപിടിക്കാം. Therefore വോളിയം is equal to, ഫോർമുല നോക്കി എഴുതാം, 1/3 into a സ്ക്വയർ. a എത്രയാണ്? 10 ആണ്. സോ 10 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എത്രയാ തന്നിരിക്കുന്നത്? നമുക്ക് കിട്ടിയത് 10 √2 എന്ന്. ഓക്കെ, സോ 1/3 ഇൻറ്റു 10 സ്ക്വയർ 100 ആണ്. 100 ഇൻറ്റു 10 √2. ഇനി ന്യൂമറേറ്ററുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. 100 10 √2. 100 ഇൻറ്റു 10 1000. 1000 √2 by 3. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായിരിക്കും നല്ലത്. √2ന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു √2ന്റെ വാല്യൂ 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ 1.41 ഇത്ര എഴുതിയാൽ മതി, ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇനി ഒരു ഡെസിമൽ നമ്പറിനെ 10ന്റെ മൾട്ടിപ്പിളിനോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 3 സീറോസ് ആണ്. സോ 3 പ്ലേസ് റൈറ്റിലോട്ട് മാറ്റണം. സോ 2 പ്ലേസ് ആണ് ഉള്ളത്. ഒരു പ്ലേസും കൂടെ കൺസിഡർ ചെയ്യണം. സോ നമുക്ക് അവിടെ എന്തെഴുതാം? 0 എന്ന് ഇട്ടാൽ മതി. സോ 1410 ഡിവൈഡഡ് ബൈ 3. 1410 ഡിവൈഡഡ് ബൈ 3 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് എഴുതി ഇവിടെ നിർത്താം. അല്ലെങ്കിൽ ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് എങ്ങനെ മാറ്റാം? 1410 ബൈ 3. 3നേക്കാളും വലിയ നമ്പർ നമ്മൾ ഡിവിഡൻഡിൽ എടുക്കുന്നു. 14 ആണത്. സോ 4 ഇൻറ്റു 3 ആണ് 12. 14ന്റെ തൊട്ട് താഴെയുള്ള 3ന്റെ മൾട്ടിപ്പിൾ. 14 മൈനസ് 12 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. സോ 21. 7 ഇൻറ്റു 3 21. അപ്പം നമ്മൾ ആ 0 അങ്ങോട്ടേക്ക് എഴുതും. എന്ത് കിട്ടും? 470 എന്ന് കിട്ടും. സോ 470 സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ എന്ന് ആൻസർ എഴുതാം. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 4, പേജ് നമ്പർ 195. All edges of a square pyramid are 18 centimeters. What is its volume? വക്കുകളെല്ലാം തുല്യമായ ഒരു സമചതുര സ്തൂപികയുടെ പാദവക്കിന്റെ നീളം 18 സെന്റിമീറ്റർ ആണ്. സ്തൂപികയുടെ വ്യാപ്തം കണക്കാക്കുക. ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് ആണ്. ആദ്യം തന്നെ ഫോർമുല എഴുതി വെക്കാം. വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ്, സമചതുര സ്തൂപികയുടെ വ്യാപ്തം സമം 1/3 ഇൻറ്റു, ഈ ഫോർമുല തന്നെ എഴുതി വെക്കുക ആദ്യം, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇനി ആ ലെറ്റർ ഉപയോഗിച്ചിട്ടുള്ളത് എഴുതാം. 1/3 a സ്ക്വയർ h. ഓക്കെ, ഇനി നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ഒരു സ്ക്വയർ പിരമിഡിന്റെ എല്ലാ എഡ്ജസും 18 സെന്റിമീറ്റർ ആണ്. സോ സ്ക്വയർ പിരമിഡിന്റെ എഡ്ജസ് എന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിൽ വരേണ്ടത്? ബേസ് എഡ്ജുമുണ്ട്, ലാറ്ററൽ എഡ്ജുമുണ്ട്. സോ ലാറ്ററൽ എഡ്ജും ബേസ് എഡ്ജും എത്രയാണ്? 18 സെന്റിമീറ്റർ ആണ്. പാർശ്വവക്കും പാദവക്കും 18 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് എഴുതാം. ഗിവൺ ബേസ് എഡ്ജ് A is equal to 18 സെന്റിമീറ്റർ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ എന്തെഴുതാൻ പറ്റും? ലാറ്ററൽ എഡ്ജ് E is also equal to 18 സെന്റിമീറ്റർ. കാരണം ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് എല്ലാ എഡ്ജസിനും ഒരേ മെഷറാണ്, 18 സെന്റിമീറ്റർ ആണ്. നമുക്ക് വേണ്ടത് h കാണണം. A നമുക്ക് കിട്ടി. h എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ h നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. നമുക്കുള്ളത് എയും ഇയുമാണ്. എയും ഇയും ഉള്ളപ്പോഴുള്ള റിസൾട്ട് എന്താണ്? ELA. ആ റിസൾട്ടാണ് നമുക്ക് എയും ഇയുമായിട്ട് ഉള്ളത്. സോ നമ്മൾ ആ റിസൾട്ട് യൂസ് ചെയ്യുന്നു. E സ്ക്വയർ ഇസ് ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. E എന്ന് പറയുന്നത് 18 ആണ്. സോ 18 സ്ക്വയർ ഇസ് ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് എയും 18 തന്നെയാണ്. സോ 18/2 18ന്റെ പകുതി 9, 9 സ്ക്വയർ. ഓക്കെ, അപ്പൊ L സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഈ 9 സ്ക്വയറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. സോ 18 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ. ഞാൻ ഐഡന്റിറ്റി യൂസ് ചെയ്യാണ്.
18 സ്ക്വയർ മൈനസ് 9 സ്ക്വയറിനെ എങ്ങനെ എഴുതാം? 18 പ്ലസ് 9 ഇൻറ്റു 18 മൈനസ് 9. 18 പ്ലസ് 9 27 ആണ്. 18 മൈനസ് 9 9 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് എൽ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എൽ എങ്ങനെ കാണും? റൂട്ട് ഓഫ് 27 ഇൻറ്റു 9. 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. അതിന്റെ റൂട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. എന്നാൽ 27 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. 27 നമുക്ക് 3 ഇൻറ്റു 9 എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു 9. സോ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ 2 9 ഉണ്ടെങ്കിൽ സ്ക്വയർ റൂട്ടിന്റെ പുറത്ത് അത് ഒരൊറ്റ 9 എഴുതിയാൽ മതി. ഇനി 3 ഒരൊറ്റ 3 ഉള്ളൂ. സോ അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ √3. സോ 9√3 സെന്റിമീറ്റർ ആണ് എൽ കിട്ടിയത്. പക്ഷെ എൽ നമുക്ക് ആവശ്യമില്ല, നമുക്ക് എച്ച് ആണ് വേണ്ടത്. ഇയും എയും തന്നാൽ എൽ കാണാനേ നിവർത്തിയുള്ളൂ. ഇനി നമുക്ക് കാണേണ്ടത് എച്ച് ആണ്. എച്ച് ഉള്ള റിസൾട്ട് എന്താ? LHA ആണ്. സോ അവിടെ എൽ ആവശ്യമുണ്ട്. സോ ഇനി നമ്മൾ ആ റിസൾട്ട് കൊടുക്കുന്നു. വി ഹാവ് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. സോ എൽ 9√3 ആണ്. എൽ സ്ക്വയർ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് 27 ഇൻറ്റു 9. സോ നമുക്ക് അത് തന്നെ എഴുതാം. 27 ഇൻറ്റു 9 ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2. a 18 ആണ്. ഇപ്പൊ 18/2 എന്ന് പറയുമ്പോൾ 9 എന്ന് വരും. സോ 9 സ്ക്വയർ. ഓക്കെ, അപ്പോൾ എച്ച് സ്ക്വയർ കാണണമെങ്കിൽ 9 സ്ക്വയറിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാൽ മതി. സോ 27 ഇൻറ്റു 9 മൈനസ് 9 സ്ക്വയർ. ഒരുപാട് മെത്തേഡ് ഉണ്ട് ഇത് ചെയ്യാൻ. ഞാൻ ഒരു മെത്തേഡ് കാണിച്ചു തരാം. സാധാരണഗതിയിൽ 27 ഇൻറ്റു 9 മൾട്ടിപ്ലൈ ചെയ്യാം, 9 സ്ക്വയർ കാണാം, അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എച്ച് കിട്ടും. ഞാൻ വേറൊരു മെത്തേഡ് നിങ്ങളെ പരിചയപ്പെടുത്താം. 27 ഇൻറ്റു 9നെ നമുക്ക് 3 ഇൻറ്റു 9 ഇൻറ്റു 9 മൈനസ് 9 സ്ക്വയർ എന്ന് എഴുതുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു 9 ഇൻറ്റു 9 എന്താ? 9 സ്ക്വയർ ആണ്. മൈനസ് 9 സ്ക്വയർ. രണ്ട് ടേമിലും 9 സ്ക്വയർ ഉണ്ട്. സോ ഈ രണ്ട് ടേമിൽ നിന്ന് 9 സ്ക്വയർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ 9 സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? ആദ്യത്തെ ടേമിൽ 3 ബാക്കി, മൈനസ് രണ്ടാമത്തെ ടേമിൽ 9 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 ബാക്കി. സോ 9 സ്ക്വയർ ഇൻറ്റു 3 മൈനസ് 1 2 ആണ്. ഓക്കെ, ഇത് എച്ച് സ്ക്വയർ ആണ്. കാണേണ്ടത് എച്ച് ആണ്. സോ എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 സ്ക്വയർ ഇൻറ്റു 2. 9ന്റെ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ അത് പോവും, ബാക്കി 9 മാത്രം. 2ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? √2. സോ 9√2 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വോളിയം ഇനി കാണാം. Therefore, volume is equal to 1/3 into a square. a നമുക്ക് തന്നിരിക്കുന്നത് 18 ആണ്. സോ 18 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് നമുക്ക് കിട്ടിയത് 9√2 ആണ്. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 9 മുകളിലുണ്ട്, താഴെ 3 ഉണ്ട്. രണ്ടും 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 9/3 3 എന്ന് കിട്ടും. അത് വലിയ നമ്പറിന്റെ കൂടെ എഴുതി. ഇനി നമുക്ക് സാധാരണ പോലെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 18 സ്ക്വയർ 324 ആണ് ഇൻറ്റു 3√2. ഓക്കെ, 324നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 324നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 3 12, 1 ബാക്കി. 2 ഇൻറ്റു 3 6, 6 പ്ലസ് 1 7, 3 ഇൻറ്റു 3 9. സോ 972√2 എല്ലാം സെന്റിമീറ്റർ ആണ്. സോ സെന്റിമീറ്റർ ക്യൂബ് എന്ന് ആൻസർ എഴുതി നിർത്താം. ടൈം ഉണ്ടെങ്കിൽ √2ന്റെ വാല്യൂ 1.41 കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇവിടെ ചെയ്യണമെന്നില്ല. കോസ്റ്റ് ഓഫ് പെയിന്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നു. കോസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കറക്റ്റ് വാല്യൂ കിട്ടണം. അല്ല എങ്കിൽ നമ്മൾ √2ന്റെയോ √3യുടെയോ പൈയുടെയോ വാല്യൂ കൊടുക്കേണ്ടതായിട്ടില്ല. അത് കൊടുക്കണമെങ്കിൽ ക്വസ്റ്റിനകത്ത് പറയും. ഇപ്പോൾ ഒരു കോസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ √2ന്റെ വാല്യൂ കൊടുക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻസ്ട്രക്ഷൻ വായിക്കുമ്പോൾ അവസാന ഇൻസ്ട്രക്ഷൻ ആയിട്ടാണ് തന്നിട്ടുണ്ടാവും. √2ന്റെയും √3യുടെയും പൈയുടെയും വാല്യൂ പറഞ്ഞാൽ മാത്രം അപ്ലൈ ചെയ്യാന്ന്. സോ ഇവിടെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ആൻസർ കിട്ടി. 972√2 സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 6 പേജ് നമ്പർ 196. All edges of a square pyramid are of the same length and its height is 12 centimeters. What is its volume? വക്കുകളെല്ലാം
തുല്യ നീളമായ ഒരു സമചതുര സ്തൂപികയുടെ ഉയരം 12 സെന്റിമീറ്റർ ആണ്. അതിന്റെ വ്യാപ്തം എന്താണ്? അപ്പൊ കാണേണ്ടത് വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് ആണ്. വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് is equal to ഫോർമുല എഴുതാം 1/3 into ബേസ് ഏരിയ into ഹൈറ്റ്. ലെറ്റർ ഉപയോഗിച്ച് എഴുതുമ്പോൾ 1/3 a സ്ക്വയർ h. ഇനി എന്താണ് തന്നിരിക്കുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്? ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഓഫ് ദ സെയിം ലെങ്ത്. ആ ലെങ്ത് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. എത്രയാണ് മെഷർ എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ബേസ് എഡ്ജിന്റെ ലെങ്ത്തും ലാറ്ററൽ എഡ്ജിന്റെ ലെങ്ത്തും സെയിം ആണ്. അപ്പൊ നമുക്ക് അതിനെ ഒരു കാര്യം ചെയ്യാം, എ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ഗിവൺ ബേസ് എഡ്ജ് ഈക്വൽ ടു ലാറ്ററൽ എഡ്ജ്, രണ്ടും സെയിം ആണ്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു ഇ. ഓക്കെ, എയും ഇയും സെയിം ആണ്. നമുക്ക് എച്ച് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് എച്ചിന്റെ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ഫോർമുലയിൽ വേണ്ടത് എയും എച്ചും ആണ്. എച്ച് തന്നിട്ടുണ്ട്, എ തന്നിട്ടില്ല. ആകെ അറിയാവുന്ന കാര്യം എയും ഇയും തുല്യ ലെങ്ത് ആണ് മാത്രമാണ് നമുക്ക് അറിയുന്നത്. ഓക്കെ, എയും ഇയും തുല്യ ലെങ്ത് ആണെങ്കിൽ അത് എന്ത് തരം ഈ ട്രയാങ്കിൾ ആയിരിക്കും? ലാറ്ററൽ ഫേസ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും ആണല്ലോ. സോ ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഓക്കെ, ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. സോ നമുക്കിവിടെ എയും ഇയും കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നത് എൽ കണ്ടുപിടിക്കാനാണ്. ഇ എൽ എ. സോ നമുക്കറിയാം ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇ എന്ന് പറയുന്നത് എ തന്നെയാണ്. സോ ഞാൻ ഇക്ക് പകരം എ ആക്കി മാറ്റുന്നു. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. സോ എൽ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ എ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയറിനെ എ സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. സോ 4 ഡിനോമിനേറ്റർ ആക്കുന്നു. എ സ്ക്വയർ ഇൻറ്റു 4 a സ്ക്വയർ മൈനസ് എ സ്ക്വയർ. 4 a സ്ക്വയറിന് എ സ്ക്വയർ കുറച്ചാൽ 3 a സ്ക്വയർ ബൈ 4. സോ എൽ സ്ക്വയർ എന്ന് പറയുന്നത് 3 a സ്ക്വയർ ബൈ 4 ആണ്. എൽ നമുക്ക് കാണേണ്ട കാര്യമില്ല, നമുക്ക് എച്ചുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. സോ നമുക്കറിയാം എൽ സ്ക്വയർ എന്ന് പറയുന്നത് എച്ച് സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ ആണ്. എൽ സ്ക്വയർ 3a സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. ബിക്കോസ് നമുക്ക് ഇവിടെ കിട്ടി എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3a സ്ക്വയർ ബൈ 4 ആണെന്ന്. ദാറ്റ് ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ. എച്ച് എന്താണെന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, 12 സെന്റിമീറ്റർ ആണ്. സോ എച്ച് സ്ക്വയറിനെ എങ്ങനെ എഴുതാം? 12 സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് a/2 ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എ സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. ഇനി എ സ്ക്വയർ ബൈ 4നെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. സോ എന്ത് കിട്ടും? 3a സ്ക്വയർ ബൈ 4 ഓൾറെഡി ലെഫ്റ്റ് സൈഡിലുണ്ട്. ഈ പ്ലസ് എ സ്ക്വയർ ബൈ 4നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് എ സ്ക്വയർ ബൈ 4 ആവും. അതാണ് റൈറ്റ് സൈഡിൽ 12 സ്ക്വയർ. ഓക്കെ, ഇനി രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ അതേ ഡിനോമിനേറ്റർ എഴുതാം. ന്യൂമറേറ്ററുകളെ തമ്മിൽ കുറയ്ക്കാം. 3a സ്ക്വയർ മൈനസ് എ സ്ക്വയർ 2a സ്ക്വയർ എന്ന് കിട്ടും. അതാണ് 12 സ്ക്വയർ 144. ഓക്കെ, ഇനി 2/4 രണ്ടിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് എ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. എ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു 144. സോ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 144 ആണ്. സോ എ സ്ക്വയർ ആണ് നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. സോ എ കാണണമെന്ന് നിർബന്ധമില്ല. 2 ഇൻറ്റു 144, 144ന്റെ ഡബിൾ നമുക്ക് 288 എന്ന് കിട്ടും. ഓക്കെ, എ സ്ക്വയർ ഇസ് 288. Therefore വോളിയം, ഇനി നമുക്ക് വോളിയം കാണാൻ ഈസിയാണ്. 1/3 ഇൻറ്റു എ സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് 288 കൊടുക്കാം. ഇൻറ്റു ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 12 ആണെന്ന്. സോ 12/3 4 കിട്ടും. ഇനി 288നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8 4s are 32, 3 ബാക്കി. 8 4s are 32 plus 3 35, 3 ബാക്കി. 2 4s are 8, 8 plus 3 11.
ഓക്കെ, അപ്പൊ നമുക്ക് 1152 സെന്റിമീറ്റർ ക്യൂബ് എന്ന ആൻസർ കിട്ടും. SSLC 2017 3 marks question. The edges of a square pyramid are of equal length. The height is 6√2 centimeter. Find the length of the base edge. Find the volume of the pyramid. ഒരു സമചതുര സ്തൂപികയുടെ വക്കുകളെല്ലാം തുല്യ നീളത്തിലാണ്. ഉയരം 6 × √2 സെന്റിമീറ്റർ. പാദവക്കിന്റെ നീളം കാണുക, സ്തൂപികയുടെ വ്യാപ്തം കാണുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഒരു സ്ക്വയർ പിരമിഡിന്റെ എഡ്ജസ് എല്ലാം ഒരേ ലെങ്ത് ആണ്, തുല്യ നീളത്തിലാണ്. എന്ന് പറയുമ്പോൾ എഡ്ജസ് ഓഫ് സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ എത്ര തരം എഡ്ജസ് ആണ് ഉള്ളത് സ്ക്വയർ പിരമിഡിന്? ബേസ് എഡ്ജും ഉണ്ട്, ലാറ്ററൽ എഡ്ജും ഉണ്ട്, പാർശ്വവക്കും പാദവക്കും. അപ്പൊ അത് രണ്ടും എന്താണ്? തുല്യ നീളമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എഴുതണം ഗിവൺ ബേസ് എഡ്ജ് പാദവക്ക് is equal to lateral edge പാർശ്വവക്ക് എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജിന് നമ്മൾ എ ആണ് എഴുതുക, ലാറ്ററൽ എഡ്ജിന് ഇ ആണ് എഴുതുക. സോ എ ഈസ് ഈക്വൽ ടു ഇ. ഓക്കെ, ഇനി എന്താണ് തന്നിരിക്കുന്നത്? ഹൈറ്റ് തന്നിട്ടുണ്ട്. ഗിവൺ ഹൈറ്റ് h is equal to 6√2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ we have to find the length of base edge. ബേസ് എഡ്ജിന്റെ ലെങ്ത് കാണണം. അപ്പൊ നമുക്ക് അറിയാവുന്നത് എയും ഇയും എച്ചുമാണ്. എയും ഇയും എച്ചും കണക്ട് ചെയ്തിട്ട് നമുക്കൊരു റിലേഷൻ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കുള്ള റിലേഷൻ എന്താണ്? ഇ എൽ എ ആണ്, പിന്നെയുള്ളത് എൽ എച്ച് എ ആണ്. അപ്പൊ നമുക്ക് ഇയും അറിയാം എയും അറിയാം ആദ്യം. സോ ഇ എൽ എ യൂസ് ചെയ്തിട്ട് നമുക്ക് എൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇ എന്ന് പറയുന്നത് എ തന്നെയാണ്. സോ നമുക്ക് ഇനെ എ എന്ന രൂപത്തിൽ എഴുതാം. ഓക്കെ, so instead of e square we can write a square because e is equal to a. So a square is equal to l square plus a by 2 the whole square എങ്ങനെ എഴുതാം? a square by 4. ഈ സ്ക്വയർ എയിനും 2നും ബാധകമാണ്. സോ എന്റെ സ്ക്വയർ a സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എൽ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി ഈ a സ്ക്വയർ ബൈ 4നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു. So we have a square minus a square by 4 is equal to l square. ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ 4 ആയിട്ട് എഴുതാം. ഇനി a square into 4, 4a square minus a square that is equal to l square. Okay, 4a square നെ a square minus ചെയ്യുമ്പോൾ നമുക്ക് 3a square കിട്ടും. 3a square by 4 is equal to l square. ഇവിടെ l കാണണം എന്നില്ല, ബിക്കോസ് നമ്മുടെ എയും l കാണലല്ല, ബേസ് എഡ്ജിന്റെ ലെങ്ത് കാണലാണ്. സോ നമുക്ക് എൽ സ്ക്വയർ ആവശ്യമാണ് ബേസ് എഡ്ജിന്റെ ലെങ്ത് കിട്ടാൻ. സോ നമ്മൾ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3a സ്ക്വയർ ബൈ 4 എന്ന് പറഞ്ഞ് നിർത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ റിലേഷൻ യൂസ് ചെയ്യാം, എൽ എച്ച്. ഓക്കെ, എൽ സ്ക്വയർ എന്ന് പറയുന്നത് എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ എൽ സ്ക്വയർ എന്താണ്? എൽ സ്ക്വയറിന് പകരം നമുക്ക് എന്തെഴുതാം? 3a സ്ക്വയർ ബൈ 4 എഴുതാം. എച്ച് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 6√2 സെന്റിമീറ്റർ ആണെന്ന്. സോ എച്ച് സ്ക്വയറിനെ എങ്ങനെ എഴുതാം? 6√2 സ്ക്വയർ പ്ലസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എയുടെ സ്ക്വയർ എ സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4 എന്ന് പറഞ്ഞ് എ സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. ഇവിടെ നിന്ന് നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതാണ് ബേസ് എഡ്ജിന്റെ അഥവാ പാദവക്കിന്റെ നീളം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്ലസ് എ സ്ക്വയർ ബൈ 4 ലെഫ്റ്റിലോട്ട് എടുക്കാം. സോ ഓൾറെഡി ലെഫ്റ്റിൽ നമുക്ക് 3a സ്ക്വയർ ബൈ 4 ഉണ്ട്. സോ ദിസ് പ്ലസ് എ സ്ക്വയർ ബൈ 4 ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്താവും? മൈനസ് എ സ്ക്വയർ ബൈ 4 ആകും. സോ റൈറ്റ് സൈഡിൽ നമുക്ക് ബാക്കി 6√2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ ചെയ്യുമ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് ആണ്, ഡിനോമിനേറ്റർ സെയിം ആണ്. സോ നമുക്ക് അതിന്റെ ആൻസറിലും ഇതിൽ നിന്ന് ഈ ടേം മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിലും 4 തന്നെയായിരിക്കും ഡിനോമിനേറ്ററിൽ വരിക.
ഇനി നമുക്ക് ന്യൂമറേറ്റർ 3a² മൈനസ് a², ഇതിൽ ഒരു മാറ്റവും നമ്മൾ വരുത്തിയില്ല. ഇവിടുത്തെ ഡിനോമിനേറ്റർ തന്നെയാണ് ഇവിടെ എഴുതിയത്, ഇവിടുത്തെ ഡിനോമിനേറ്റർ തന്നെയാണ് ഇവിടെ എഴുതിയത്. സോ ന്യൂമറേറ്ററുകളിൽ ഈ ഓപ്പറേഷൻ മൈനസ് ഉപയോഗിച്ചാൽ മതി. 3a² നിന്ന് a² കുറച്ചു കഴിഞ്ഞാൽ എന്ത് വരും? 2a² വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 6√2² എന്ന് പറയുമ്പോൾ ഈ സ്ക്വയർ 6നും √2നും ബാധകമാണ്. 6ന്റെ സ്ക്വയർ എത്രയാ? 36 ഇൻറ്റു √2ന്റെ സ്ക്വയർ എത്രയാ? 2 അല്ലെ? √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ √2². റൂട്ടും സ്ക്വയർ അടുത്ത് വരുമ്പോൾ അത് പോകും, ബാക്കി എന്തേ ഉള്ളൂ? 2 മാത്രം. ഓക്കെ, ഇനി 2a²/4 മുകളിൽ 2 ഉണ്ട്, താഴെ 4 ഉണ്ട്. രണ്ടും 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ രണ്ടിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആകും, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആവും. സോ നമുക്ക് മുകളിൽ a², താഴെ 2. ഓക്കെ, ഇനി 36 ഇൻറ്റു 2. വാട്ട് ഇസ് 36 ഇൻറ്റു 2? 36 ഇൻറ്റു 2 ഈസ് 72. ഓക്കെ, ഇനി നമുക്ക് a² കാണാം. a² ഇസ് ഈക്വൽ ടു 2 റൈറ്റ് സൈഡിലേക്ക് എടുക്കും. സോ 72 ഇൻറ്റു 2 വരും. ഓക്കെ, സോ a² ഇസ് ഈക്വൽ ടു 72ന്റെ ഡബിൾ. 72 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 72ന്റെ ഡബിൾ. 72നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 144 കിട്ടും. സോ a എന്താണ്? റൂട്ട് ഓഫ് 144. റൂട്ട് ഓഫ് 144 എത്രയാണ്? 12 ആണ്. സോ 12 സെന്റിമീറ്റർ. a എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ്. Therefore base edge is equal to 12 സെന്റിമീറ്റർ. സോ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. സോ a ബേസ് എഡ്ജ് ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. എളുപ്പമാണ്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. a ഇസ് ഈക്വൽ ടു e എന്ന് തന്നിട്ടുണ്ട്. സോ l നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് കാണണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് കാണണം. കാരണം h കണക്ട് ചെയ്യാൻ നമുക്ക് എല്ലും എയും ആവശ്യമാണ്. ഇയും എയും കണക്ട് ചെയ്തുകൊണ്ടുള്ള റിലേഷനിലാണ് നമുക്ക് എൽ വരുന്നത്. സോ ഈ രണ്ട് റിലേഷനും നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ഇനി നമുക്കിതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ പിരമിഡ്. ഈ പിരമിഡിന്റെ വോളിയം കാണണം, സ്തൂപികയുടെ വ്യാപ്തം കാണണം. അതിന് നമുക്ക് ഫോർമുലയുണ്ട്, ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ബി പാർട്ട്, വോളിയം ഓഫ് പിരമിഡ്, സ്തൂപികയുടെ വ്യാപ്തം. എന്താ ഫോർമുല? രണ്ട് ഫോർമുല എഴുതുക. 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, എന്നിട്ട് ലെറ്റേഴ്സ് യൂസ് ചെയ്യുക. 1/3 ബേസ് ഏരിയ a² ആണ്, ഹൈറ്റ് h ആണ്. ഓക്കെ, സോ 1/3 ഇൻറ്റു a² എത്രയാ? നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. a² 144 ആണെന്ന്. സോ 144 ഇൻറ്റു ഹൈറ്റ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 6√2. അപ്പൊ 6 മുകളിലുണ്ട്, 3 താഴെയുണ്ട്. 6നെയും 3നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 1 വന്നാൽ അത് എഴുതണ്ട. ഓക്കെ, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. ഇനി 144നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് 288 വരും. √2 എല്ലാ യൂണിറ്റ്സും സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ. ഇവിടെ √2ന്റെ വാല്യൂ കാണണമെന്നില്ല, നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ ആൻസർ കിട്ടി 288 √2 സെന്റിമീറ്റർ സ്ക്വയർ അല്ല, സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, വോളിയം ആണ്. സോ സെന്റിമീറ്റർ ക്യൂബ്, ക്യൂബിക് സെന്റിമീറ്റർ എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ നമ്മൾ ഇതിന്റെ ആൻസർ എങ്ങനെ പറയാ? 288 √2 ഘന സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്.